ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു വീഡിയോ ചെയ്യാം. കഴിഞ്ഞ ദിവസം റബ്ബർ പാൽ ഉറച്ചു വെക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അതിന് ബാക്കിയായിട്ട് ഇന്ന് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു വീഡിയോ കൂടെ ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും വീഡിയോയിലിട്ട് പോകാം. റബ്ബർ ഷീറ്റ് എല്ലാം കട്ടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എടുത്തത് ശരിയായില്ല, കിട്ടിയില്ല. ഞാൻ കറക്കട്ടെ? നിക്കട്ടെ. ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ കയറ്റും? 4 5 ചിലപ്പോൾ കനം കുറഞ്ഞില്ല, ഒന്നുകൂടെ വെക്കണം. കനം കൂടുതല, ഒന്നുകൂടെ വെക്കണം. നല്ലപോലെ കനം കുറയുന്നവരെ. നല്ലവണ്ണം ഒന്നും വേണ്ട, എന്നാലും ആ വെള്ളം എല്ലാം പോകണ്ടേ? മഴ പോയാൽ വീട്ടിൽ ഉണങ്ങിയില്ലേ? അങ്ങനെ ആദ്യത്തെ മെഷീനകത്തോടെ അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, ഈ ഷീറ്റിന് അപ്പടി നീളം കൂടിപ്പോയി. എന്നാലും ഇതിന് നീളം കൂടി. അയ്യോ ഒന്ന് പറയും. സാരില്ല, നോ പ്രോബ്ലം. അയ്യോ, ഇതാരാണ്ട് എണ്ണ ഇട്ടല്ലോ വിത്തല്ല. ഇതാരാ? അമ്മേ, പച്ച കുത്തിയില്ലേ? പച്ച കുത്തി കിട്ടിയൊക്കെയാണ്. ഷീറ്റിൻ്റെ അടിഭാഗം തന്നെ പറ്റി. ഇതെല്ലാം ഇതുപോലെ അടിച്ചെടുക്കണ്ട കേട്ടോ. എടുത്ത് അടിക്കാൻ തുടങ്ങാവേ. കൈ പോവല്ലേ? ഞാൻ കറക്കി വിടുന്നതിന് ഇച്ചിരി സ്പീഡ് കൂടുതലാണ്. വിത്തെ പിടിച്ച് ഇങ്ങനെ കറക്കി വിടും. അങ്ങനെയാണെങ്കിലും എണ്ണ ഇട്ടതിൻ്റെ അറിയാനുണ്ട്. അയവ് വന്നു. പണ്ട് ഞാൻ അടിച്ചിട്ടുണ്ട്, ഇതിനേക്കാളും മുറുക്കായിരുന്നു. ഇച്ചിരിയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ മെഷീൻ്റെ അകത്തൂടെ ഇറക്കി ഒത്തൽ പാട് വരുത്തിയേക്കുവാണ്. അതിനി അയലോട്ട് ഇട്ട് കൊടുക്കും. ഇനി അവിടെ കിടന്ന് വെള്ളം എല്ലാം പോയി കഴിയുമ്പം നമ്മളെടുത്ത് വെയിലത്തിട്ട് ഉണങ്ങിയെടുക്കും. കൈ നോക്കിയാണേ, കറക്കിച്ചിരി കൂടുതലാകുന്നുണ്ട്. അവിടെ മടങ്ങിപ്പോയി. ഞാൻ നോക്കിയില്ല. പൊറോട്ട കറക്റ്റ്. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോട്ടെ. ഒട്ടിപ്പിടിക്കുവോ? പിടിപ്പിക്കണം. പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടോ? അങ്ങനെ കറക്റ്റ്. ചൂട് മതി. അയ്യോ, അത് ഞാൻ നോക്കിയില്ല, അതാ പറ്റി. സ്പീഡ് കൂടി പോയാൽ ഇങ്ങനെയൊക്കെ പറ്റും. ഇത് കുത്തിക്കേട്ടാൻ എളുപ്പമുണ്ടെന്ന്. ഇത് ഇങ്ങനെ ഞാൻ പഠിപ്പിക്കാം. പോട്ടെ, ഇനി ശ്രദ്ധിച്ച പോട്ടെ.
നമുക്ക് നോക്കാം ശരിയാവുമെന്ന്. ഇത് മതി, ഇനി കൊത്തി വെച്ചാൽ മതിയോ? ഇത് ചെരുവത്തിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഉറച്ച് വെച്ചിട്ടേ വട്ടത്തിലൊക്കെ അടിച്ചെടുക്കണം. അവിടെ നല്ല വേറിപ്പോയോ? ആ പോട്ടെ മണ്ട. ആ പോട്ടെ. അയ്യോ ആ അതവിടെ ഇങ്ങനെ വന്നണ്ട. അമ്മേ. ആ അയ്യോ കേട്ടാൻ ഇച്ചിരി പാടായിരുന്നു. പട്ടി കടിച്ചു പോയി. ആദ്യം അടിച്ചത് നല്ലതായിരുന്നു. ഒന്നുകൂടെ അടിച്ചു നോക്കാം. അതെ സ്പീഡ് കൂടി പോയോണ്ടാ ഒട്ടിപ്പോയതേ, അങ്ങ് കേറിപ്പോയി കഴിഞ്ഞാ കണ്ടത്. എല്ലാടെ ലെവല് വെച്ച് കൊടുക്കും. അവിടെ മടങ്ങിയല്ലേ ഇരിക്കുന്നേ? അങ്ങനെ മടക്കിയിട്ട് കൊടുക്കുമ്പോഴാണ് ഇടയ്ക്കോട്ട് പോകുന്നത്. വണ്ടി പോട്ടെ. ഒന്നുകൂടെ കയറ്റണോ? വേണ്ട വേണ്ട. അപ്പൊ അടുത്തതിനകത്തോട്ട് കയറ്റുവാണ്. പയ്യെ കറക്കുമ്പോൾ ഭയങ്കര പാടാ. പയ്യെ കറക്കുമ്പോൾ ഭയങ്കര പാടാ. സ്പീഡിൽ കറക്കുവാണെങ്കിൽ അങ്ങ് നോക്കോളൂ. നീ കുത്തി വെച്ചാൽ പോരെ, അവിടെ തന്നെ വെക്കണം. ഒന്നുകൂടെ വെക്കണോ? വേണ്ട, ഇനി അതിൻ്റെ വെക്കാം. അങ്ങനെ ആ ഷീറ്റും റെഡി ആയിരിക്കുകയാണ്. അയ്യോ, ഇനി 1 2 3 4 5 എണ്ണം കൂടെ ഉണ്ട്. അപ്പൊ പാല് പറഞ്ഞല്ലേ? പാല് ഊട്ടി ഒഴിച്ചതാ, 2.5 ലിറ്റർ ഒഴിച്ചതാ. 2 ലിറ്റർ ഒഴിച്ചാൽ കുഞ്ഞ് ഷീറ്റാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, തൂക്കം കുറവാണ്. ഏതായാലും 3 കിലോ, 3 കിലോ അല്ല 800 ഗ്രാം. ഇനി അടുത്ത മെഷീൻ്റെ അടുത്തോട്ട് വരിക. അടുത്ത മെഷീൻ്റെ അകത്ത് വെച്ച് ഇത് കറക്കുമ്പോൾ ഇച്ചിരി പാടാം. അത് നല്ലപോലെ മുറുക്കിയിട്ട് കൊടുത്തിട്ടല്ലേ? കുറച്ചുകൂടെ മുറുക്കിയിട്ട് അച്ചൂടെ മുറുക്കം എന്നാലും വെള്ളം പൊക്കോളൂ അല്ലേ? ഈ സാധനം കേട്ടോ നമ്മളിതിൻ്റെ
അകലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഇത് ഇങ്ങനെ കറക്കുമ്പോൾ അകലം കുറയും, ഇങ്ങനെ കറക്കുമ്പോൾ അകലം കൂടും. ഏത് രീതിക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനുമുണ്ടേ അപ്പോൾ ഷീറ്റ് മുഴുവൻ അടിച്ചു കഴിഞ്ഞു കേട്ടോ, മടുത്തു. അപ്പം റബ്ബർ ഷീറ്റ് ഉറയ്ക്കുന്ന വീഡിയോ കാണിച്ചു, ഇപ്പോൾ അടിക്കുന്ന വീഡിയോയും കാണിച്ചു. ഇത് ഇങ്ങനെയാണ് നമ്മൾ റബ്ബർ ഷീറ്റ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. ഇനി അത് വെയിലത്തിട്ട് ഉണങ്ങി അതിന് ശേഷം പുകപ്പരയിലേക്ക് ഇട്ട് ഉണങ്ങിയെടുത്തിട്ട് കടയിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.